എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ്സുകൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില കുട്ടികൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഓണാവധിയുടെ സമയത്തൊക്കെ കൃത്യമായിട്ട് അത് കണ്ടു തീർക്കാത്ത ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് കാണുവാനും അത് പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളത് മേടിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഏത് സാധനവും പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കളും കുട്ടികളും ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കാര്യം, അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട്. ഇന്ന് പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വ്യത്യസ്തമായ പരിശീലനങ്ങൾ നൽകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം തന്നെ പ്രസംഗ പരിശീലനം, ഈ കാര്യങ്ങളാണ് നമ്മൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും ഓൺലൈൻ മോഡിൽ തന്നെയായിരിക്കും. പക്ഷേ അതേസമയം തന്നെ കുട്ടികൾക്ക് ഡിസംബറിലെ അവധിയുടെ സമയത്ത് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട അവധിയുടെ സമയത്ത് നമ്മൾ ഓഫ്ലൈനായിട്ടും ട്രെയിനിങ് നൽകുന്നതാണ്. ഇപ്പോഴേ പ്രത്യേകമായിട്ട് നമ്മൾ ഓൺലൈൻ മോഡിലാണ് ഈ പരിശീലനം നൽകുക. അപ്പോൾ ഈ ഓൺലൈനിൽ എങ്ങനെയാണ് പ്രസംഗം പരിശീലിപ്പിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആധുനിക സംവിധാനങ്ങൾ നമ്മളത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ വഴികളുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളത് കൃത്യമായി പാലിക്കുക, അതിനനുസരിച്ച് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത നിങ്ങളത് ചെക്ക് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടാകും. പക്ഷേ മൊബൈൽ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടത്ര സ്പീഡ് ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഇനി തീർച്ചയായിട്ടും പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഈ വീഡിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഈ ഒരു പ്രോഗ്രാം നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകൾ കൃത്യമായി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ യൂട്യൂബിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം നിങ്ങൾക്കോട് പറയുന്ന ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമാണ്. അതിനനുസരിച്ച് നിങ്ങൾ പ്രോഗ്രാം അതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടികൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നതും കുട്ടികളെ വിലയിരുത്തുന്നതും അവരുടെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. ആരൊക്കെ ഇത് ഭംഗിയായിട്ട് ചെയ്യുന്നോ അവർക്കൊക്കെ ഇംപ്രൂവ്മെന്റ്സ്, പുരോഗമനം ഉണ്ടാകും എന്നതിൽ അച്ഛനൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ വളരുന്നത്, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ. അതുകൊണ്ട് ആരൊക്കെ പരിശീലനം ഏറ്റെടുക്കാൻ, ക്ലാസ് കേട്ട് അവസാനിപ്പിച്ച് ശരിയാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോട് പറയുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും കൂടെ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഈ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഈ തുടർന്നുള്ള ക്ലാസ്സുകൾ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, എപ്രകാരമാണ് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം അവിടെ ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഒത്തിരി അക്കൗണ്ടുകളുണ്ടാകും. ഏത് ഗൂഗിൾ അക്കൗണ്ട് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് വേണം അതിൽ ഓപ്പൺ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഏത് ഇമെയിൽ ID ആണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അസൈൻമെൻറ്റുകൾ കൃത്യമായി നിങ്ങൾക്ക് കാണാം. ആ അസൈൻമെൻറ്റുകൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ക്ലാസ്സുകളിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാം. ഒന്ന് ജോയിൻ ക്ലാസ്, രണ്ട് ക്രിയേറ്റ് ക്ലാസ്. അതിൽ ജോയിൻ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ കോഡ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇമെയിലിലേക്ക് ക്ലാസ് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. ആ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമ്മുടെ ക്ലാസ്സിൻ്റെ കോഡ് അടിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ജോയിൻ എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നു. ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അസൈൻമെൻറ്റ് കാണാം. മൊഡ്യൂൾ 1 ആശയവിനിമയം അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് നിങ്ങൾക്ക് കാണാം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ആഡ് വർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. അത് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, വീഡിയോ എന്നിവ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എന്നതിൽ ഞെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോ, നിങ്ങളെടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇതിൽ അപ്ലോഡ് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡായി കഴിയുമ്പോൾ യുവർ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അറ്റാച്ച്ഡ് എന്ന് കാണിക്കും. ശേഷം ടേൺ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടേൺ ഇൻ യുവർ വർക്ക്, സബ്മിറ്റ്, ടേൺ ഇൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് വർക്ക് എന്നുള്ളതിൽ കാണാനായിട്ട് സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ മൊഡ്യൂൾ ആശയവിനിമയം നോ ഡ്യൂ ഡേറ്റ്, ടേൺ ഇൻ, നിങ്ങൾക്ക് സമയം നിർദ്ദേശിക്കും. ആ സമയം നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഇപ്രകാരം അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇപ്രകാരമാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഡാറ്റകൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഇപ്രകാരം എഡ്യൂസ്പാർക്ക് ട്രെയിനിങ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഒരു വിൻഡോ കാണാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് അസൈൻമെൻറ്റ്സ്, ന്യൂ അനൗൺസ്മെൻറ്റുകൾ എന്നിവ കൃത്യമായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് മാർക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും ഇതിൽ കാണാവുന്നതാണ്. ഇനി എപ്രകാരമാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ട്രെയിനിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, എഡ്യൂസ്പാർക്കിൻ്റേത്. അതിനുശേഷം ക്ലാസ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് 100-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരമായിരിക്കും നമ്മുടെ ഓരോ മൊഡ്യൂളുകളും പോവുക. ഓരോ അസൈൻമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. തുടർന്ന് ഈ കോഴ്സ് കഴിയുമ്പോൾ ടോട്ടൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി എപ്രകാരമാണ് കമ്പ്യൂട്ടറിൽ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ നൽകുന്നതാണ്. ഇനി എപ്രകാരമാണ് ഗൂഗിൾ ക്ലാസ് റൂം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി ഗൂഗിൾ ക്രോം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് കാണാവുന്നതാണ്. ഈ അക്കൗണ്ട് അല്ല നിങ്ങൾ നൽകിയിരിക്കുന്നതെങ്കിൽ ആ അക്കൗണ്ട്, ഏതാണ് അക്കൗണ്ട് നൽകിയത് ആ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. അതിനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ പ്രവേശിക്കാവുന്നതാണ്. തുടർന്ന് ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം കാണാവുന്നതാണ്. ഇനി നമ്മുടെ എഡ്യൂസ്പാർക്കിന് ക്ലാസ് ജോയിൻ ചെയ്യാൻ ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജോയിൻ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ക്ലാസ് കോഡ് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ജോയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ക്ലാസ് റൂമിൽ പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ക്ലാസ് വർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് ആ ക്ലാസ് വർക്കിൽ നിങ്ങളുടെ ക്ലാസ് വർക്കുകൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണാനും അതോടൊപ്പം തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്.